പുലിക്കളിയെ അധിക്ഷേപിച്ച നടൻ വി.കെ. ശ്രീരാമനെതിരെ പ്രതിഷേധം ശക്തം. കലയല്ല, വെറും കുംഭകുലുക്കി തുള്ളൽ മാത്രമെന്ന് ശ്രീരാമന്റെ അധിക്ഷേപം. ശ്രീരാമൻ നടത്തിയത് കടുത്ത ബോഡി ഷെയ്മിംഗ് എന്ന് വിമർശനം. നടൻ ശ്രീരാമനെതിരെ നിയമ നടപടികൾക്കൊരുങ്ങി പുലിക്കളി സംഘങ്ങൾ. വിവാദങ്ങൾ കത്തിപ്പടരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇടം പിടിച്ച പുലിക്കളിക്കെതിരെ രംഗത്ത് വന്ന നടൻ വി.കെ. ശ്രീരാമനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നു. ഓണാഘോഷങ്ങളുടെ പ്രധാന ആകർഷണമാണ് പുലിക്കളി. തൃശൂരിന്റെ തനത് വികാരമായ ഈ കലാരൂപത്തെ കേരളീയർ നെഞ്ചേറ്റിയതുമാണ്. തൃശൂരിന്റെ വിവിധ ദേശങ്ങൾ സൗഹാർദ്ദ മത്സരമെന്ന നിലയിലാണ് പുലിക്കളി അവതരിപ്പിച്ചു വരുന്നത്. തടികൂടിയ ശരീരവും കുടവയറുമുള്ളവർക്കാണ് പുലിക്കളിയിൽ വൻ ഡിമാൻഡ്. ശരീരമാസകലം പുലിവർണ്ണങ്ങൾ ചാർത്തിയും കുടവയറിൽ പുലിമുഖം ആലേഖനം ചെയ്തും അരമണിക്കിലേക്ക് എത്തുന്ന പുലിക്കളി സംഘങ്ങൾ അക്ഷരാർത്ഥത്തിൽ തൃശൂർ നഗരത്തെ ആവേശത്തിമിർപ്പിലാഴ്ത്തും. തൃശൂർ പൂരം പോലെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പുലിക്കളി കാഴ്ചകളിൽ പങ്കുചേരാൻ പതിനായിരങ്ങളാണ് തൃശൂരിലേക്ക് ഒഴുകിയെത്തുക. ആ ഒരു സാംസ്കാരിക ആഘോഷത്തെയാണ് നടൻ വി.കെ. ശ്രീരാമൻ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. പുരുഷന്മാർ വലിയ വയറും മാറും കുലുക്കി ആടുന്നത് കലാവൈകൃതമാണെന്ന ശ്രീരാമന്റെ പരാമർശമാണ് വിവാദമായിരിക്കുന്നത്. 4-ാം ഓണത്തിന് അരങ്ങേറാനിരിക്കുന്ന പുലിക്കളിക്കായി തൃശൂരിലെ 9 ദേശങ്ങളിൽ നിന്നായി 100 കണക്കിന് കലാകാരന്മാരും ഗ്രാമീണ കൂട്ടായ്മകളും തയ്യാറെടുത്തുകൊണ്ടിരിക്കെയാണ് വിവാദ പരാമർശമായി ശ്രീരാമൻ രംഗത്തെത്തിയത്. കണ്ടാൽ ഓക്കാനം വരുന്ന കലാവൈകൃതം എന്നാണ് പുലിക്കളിയെ നടൻ വിശേഷിപ്പിച്ചത്. പുരുഷന്മാർ വയറും മാറും വളർത്തി പുലിക്കളിക്കായി ഒരുങ്ങുന്ന രൂപവൈകൃതമാണെന്നും കലയുടെ പേരിൽ ഇത്തരത്തിലുള്ള വൈകൃതങ്ങളെ ഉപയോഗിക്കുന്നത് ആഭാസമാണെന്നും വി.കെ. ശ്രീരാമൻ കുറിച്ചു. ലോകത്തൊരിടത്തും ഇത്തരമൊരു കലാവൈകൃതം ഇല്ലെന്ന് കുറിച്ച നടൻ കുംഭകുലുക്കി കളിയെന്നും ശാർദൂല വിക്രീഡിതം എന്നും പരിഹസിക്കുന്നുണ്ട്. കൂടാതെ പുലിക്കളിയെ ഒരു കലാരൂപമായി അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതൊരു കുംഭകുലുക്കി കളി മാത്രമാണെന്നും വി.കെ. ശ്രീരാമൻ കളിയാക്കുന്നുണ്ട്. അതേസമയം തൃശൂരിന്റെ സാംസ്കാരിക പെരുമയിലും ലോക ടൂറിസം ഭൂപടത്തിലും സവിശേഷ സ്ഥാനമുള്ള പുലിക്കളിയെ അധിക്ഷേപിച്ച നടനെതിരെ പുലിക്കളി സംഘങ്ങളും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ കരുത്തും കൂട്ടായ്മയുമായ കലാരൂപത്തെ മോശമായി ചിത്രീകരിക്കുകയും ബോഡി ഷെയ്മിംഗ് നടത്തുകയുമാണ് ശ്രീരാമൻ ചെയ്തതെന്ന് അവർ ആരോപിക്കുന്നു. പുലിക്കളി കേവലമൊരു വിനോദമല്ലെന്നും പലർക്കും ഇതൊരു ജീവിതമാർഗം കൂടിയാണെന്നുമാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. തലമുറകളായി പുലിക്കളിയെ ആശ്രയിച്ചു ജീവിക്കുന്ന നിരവധി കലാകാരന്മാരുടെ വികാരങ്ങളെയാണ് പരാമർശം വ്രണപ്പെടുത്തിയതെന്നും വിമർശനമുണ്ട്. ഒപ്പം സിനിമയിൽ കഥാപാത്രത്തിനു വേണ്ടി ശരീരഭാരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാറുള്ള നടന്മാർക്ക് ഇത്തരമൊരു വിമർശനം ഉന്നയിക്കാൻ എന്ത് ധാർമ്മിക അവകാശമാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. പുലിക്കളി പലർക്കും ജീവിതമാർഗമാണ്. സിനിമയിൽ അശ്ലീലം പറഞ്ഞും ചെയ്തും ജീവിക്കുന്നവരെ കാണുമ്പോൾ താങ്കൾക്ക് മനം പുരട്ടൽ ഉണ്ടാകാറുണ്ടോ എന്നും ചോദ്യമുയർന്നു. കഥാപാത്രത്തിനു വേണ്ടി തടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന താരങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഏറ്റവും മോശം ഡ്രസ്സും ധരിച്ച് ഓട വൃത്തിയാക്കാൻ ഇറങ്ങുന്നവരെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നതെന്നും ചോദ്യമുണ്ട്. കുറെ മനുഷ്യരുടെ ജീവിതമാണ്, കുറെ മനുഷ്യരുടെ കാത്തിരിപ്പാണെന്നും അഭിപ്രായമുയർന്നു. അതേസമയം കണ്ടാൽ ഓക്കാനം വരുന്ന കലാവൈകൃതമാണ് പുലിക്കളി എന്ന പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി നടനും എഴുത്തുകാരനുമായ വി.കെ. ശ്രീരാമൻ പറഞ്ഞു. പുലിക്കളിയെ ഒരു കലാരൂപമായി കാണാൻ കഴിയില്ലെന്നും പറഞ്ഞത് തന്റെ അഭിപ്രായമാണെന്നും വി.കെ. ശ്രീരാമൻ പ്രതികരിച്ചു. ഒരു തവണ മാത്രമാണ് പുലിക്കളി കണ്ടതെന്നും വീണ്ടും കാണാൻ തോന്നിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീരാമൻ നടത്തിയത് കടുത്ത ബോഡി ഷെയ്മിംഗ് ആണെന്നും ഈ വിധം പരാമർശങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പുലിക്കളി സംഘങ്ങളുടെ തീരുമാനം. ശ്രീരാമന്റെ പ്രതികരണത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്ന ആരോപണവുമായി ബി.ജെ.പിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു കലാകാരനായ വി.കെ. ശ്രീരാമൻ മറ്റൊരു കലാരൂപത്തെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ശരിയായില്ല എന്ന വികാരമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറഞ്ഞ് കലാകാരന്മാരെ അപമാനിക്കുന്നത് ശരിയല്ലെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു.